ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവർ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കാണ്. ഇത് ടാരറ്റാണ്, ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ റെസണേറ്റ് ആവുന്നുണ്ടാകാം, പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ എനർജി അല്ല. ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നല്ല രീതിയിൽ പോകുന്ന ബന്ധങ്ങളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. നിങ്ങൾക്കത് ബോധ്യമാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പങ്കാളിയെ സംശയിക്കുക എന്നുകൂടി ആദ്യമേ പറയുന്നു. നമ്മൾ ലെനോർമൺ കാർഡുകളാണ് എടുത്തിട്ടുള്ളത്, 9 കാർഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജനറൽ റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം, ടൈംലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ട് ആ ചിന്തിക്കുന്ന, ഇപ്പം നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ കുറേ സംശയങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ പങ്കാളിയെ പിടിക്കപ്പെട്ട് ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തോന്നും. എന്നാലും ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിൽ 12 രീതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതികളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ സെൻറ്ററിൽ വന്നിട്ടുള്ള കാർഡിനെയാണ് നമ്മൾ ആസ്പദമാക്കി പറയുന്നത്. ലെറ്റർ കാർഡാണ് വന്നിട്ടുള്ളത്. കത്ത്, സന്ദേശം, ഒരു അടഞ്ഞ കവറിലുള്ള സന്ദേശം, പുറത്ത് പറയാത്ത എന്തോ ചില കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെയുണ്ട് എന്നാണ് ആ സെൻട്രൽ കാർഡ് പറയുന്ന ഒരു സൂചന. ഇതിലൊരു ഭൂതകാലം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ചിന്തകൾ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർസ് വന്നിട്ടുണ്ട്, നക്ഷത്രങ്ങൾ, ഡോഗ് വന്നിട്ടുണ്ട്, ലേഡി വന്നിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വരിയാണ്. ഈ ഒരു വ്യക്തിയായിട്ട് ഈ ലേഡി ഇവരായിട്ട് വളരെ നല്ലൊരു സൗഹൃദവും, ഡോഗിൻ്റെ ഒരു എനർജി, ഒരുപാട് പ്രതീക്ഷകളും സ്റ്റാർസും നിങ്ങൾക്കുണ്ടായിരുന്നു. പരസ്പര വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, വർത്തമാനകാലം പറയുമ്പോൾ മൂൺ, ലെറ്റർ, ബിർച്ച് റോഡാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരവസ്ഥ, വൈകാരികമായിട്ടുള്ള, അതാണ് മൂണിൻ്റെ എനർജി. ആശയവിനിമയങ്ങളിൽ അതാണ് ലെറ്റർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചില തർക്കങ്ങളോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളോ, അതാണ് ബിർച്ച് റോഡിൻ്റെ ഒരു എനർജി പറയുന്നത്. കാരണം അവരിപ്പോൾ സംസാരിക്കുന്ന ഒരു പൂർണ്ണ മനസ്സോടെയല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് അവരെട്ടോ. എൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, മൈസ്, ടവറാണ് വരുന്നത്. നിങ്ങളുടെ പൊതുവായ ഫ്രണ്ട് സർക്കിളോ സമൂഹത്തിലോ ഈ ഒരു ബന്ധം വലിയ രീതിയിലുള്ള ഒരു സ്ട്രെസ്സും നഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് മൈസിൻ്റെ എനർജി. അവസാനം അവർ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലം പാലിച്ച് ഒരു മതിൽക്കെട്ടിനുള്ളിൽ എന്ന പോലെ ടവർ അതുപോലെ ഒറ്റപ്പെടാനുള്ളൊരു സാധ്യതയെ പറയുന്നു. ഇതിൻ്റെ ഒരു വെർട്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്ന കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർസും മൂണും ഗാർഡനും വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെയും വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പത്തോടെയും മൂണ് അതോടുകൂടി തുടങ്ങിയ ഒരു ബന്ധം സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ അതിൻ്റെയോ ഇടപെടലുകൾ കൊണ്ട് പ്രശ്നത്തിലായി എന്നാണ് പറയുന്നത്. നിലവിലെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഡോഗ്, ലെറ്റർ, മൈസ് ആണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കാരണം നിങ്ങളുടെ ഒരു വിശ്വാസത്തിനെയും സൗഹൃദത്തെയും അവർ നൽകുന്ന ചില ആശയവിനിമയങ്ങൾ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാവാം. ഇതിന് വരാനിരിക്കുന്ന ഒരു ഫലം എന്ന് പറഞ്ഞാൽ ലേഡി, ബിർച്ച് റോഡ്, ടവറാണ്. ഈ ഒരു വ്യക്തി വലിയ തർക്കങ്ങൾക്ക് ശേഷം ഒരു അകലം പാലിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ വളരെ വിശ്വസ്തമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന്, ഡോഗിൽ നിന്ന് തുടങ്ങി വൈകാരികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ മൂണും ലെറ്ററും വഴിതെറ്റി തർക്കങ്ങളിലേക്ക് ബിർച്ച് റോഡ് മാറുന്നു. ഒടുവിൽ അത് വലിയ മാനസിക സമ്മർദ്ദമായിട്ട് മൈസ് പോലെ മാറി അവർ പൂർണ്ണമായും ഒരു മതിൽ കെട്ടി ടവറിൻ്റെ എനർജിയിൽ നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു കാര്യത്തെയാണ് സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ ഉള്ളത്. ഇതിൻ്റെ നമ്മൾ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാർസ്, ലേഡി, ഗാർഡൻ, ടവറാണ് വരുന്നത്. ഈ സ്ത്രീ അല്ലെങ്കിൽ ഇവര് അവരുടെ സ്വന്തം പ്രതീക്ഷകളും, സ്റ്റാർസ് പബ്ലിക് ഇമേജും, ഗാർഡൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയ്ക്കുള്ളിൽ ടവർ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ. കോണോട് കോണായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർസ്, ലെറ്റർ, ടവറാണ്. കാരണം അവർക്ക് നിങ്ങളോട് ചിലത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവരത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ തീരുമാനിച്ച ഒരു എനർജി. ഓക്കെ,
പിന്നെ ഗാർഡനും ലെറ്ററും ലേഡി നോക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊരു പേടി ആ വ്യക്തിക്ക് ഉണ്ടാകാം. നമ്മളൊരു ക്രോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോഗ്, മൂൺ, ബെർച്ച് റോഡ്, മൈസാണ് വരുന്നത്. എന്താ പറയുക, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. അവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ പറയുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന പോലെയുണ്ട്. അവരെന്തോ മറച്ചു വെക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോ അവരോ ആവാം, എന്തോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ട് ഈ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബോക്സിംഗ് രീതിയിൽ നോക്കുമ്പോൾ ലെറ്ററാണ് സെൻറ്ററിൽ വന്നിട്ടുള്ളത്. തർക്കങ്ങൾ, ഒറ്റപ്പെടല്, സ്ട്രെസ്, ഇതിനൊക്കെയാണ്. കാരണം പറയാത്ത ആ ഒരു രഹസ്യം നിങ്ങളെയും അവരെയും ഒരുപോലെ തന്നെ ഒരുപാട് മാനസിക വിഷമങ്ങളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെയറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്ററും മൈസും നോക്കുമ്പോൾ വിവരങ്ങൾ മറച്ചു വെക്കുന്നത്, സത്യം മൂടി വെക്കല്, അല്ലെങ്കിൽ ഒരു സന്ദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ പറയുന്നുണ്ടാകുള്ളൂ, പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നുണ്ടാകില്ല. മൈസും ടവറും വരുമ്പോൾ കാര്യങ്ങൾ ചോർന്നു പോകും എന്നൊരു പേടി കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുന്നൊരു എനർജി. ഡോഗും ലേഡിയും കൂടി വരുമ്പോൾ അവരൊരു സുഹൃത്തെന്ന നിലയിൽ നിങ്ങളെ കാണുന്നുണ്ടാകാം, പക്ഷേ യഥാർത്ഥ കാര്യങ്ങൾ പറയാത്തൊരവസ്ഥയാണ് പറയുന്നത്. മിററിംഗ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂണും ബെർച്ച് റോഡും വരുമ്പോൾ പുറത്ത് കാണിക്കാത്ത വലിയൊരു മാനസിക സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗും മൈസും നോക്കുമ്പോൾ സൗഹൃദം, വിശ്വാസം വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നൈറ്റിങ് എന്ന് പറയുമ്പോൾ ലേഡി, അവർ നേരെ നൈറ്റ് ചെയ്യുന്നത് മൂണിലോട്ടാണ്. മൂണും മൈസും വികാരങ്ങളും സമ്മർദ്ദവും നഷ്ടവും. കാരണം അവർ മാനസികമായി വലിയൊരു സ്ട്രെസ്സിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അതാണ് അവർ ഒളിക്കാൻ ശ്രമിക്കുന്നത്. ഈ സ്റ്റാർ പറയുന്നത് നൈറ്റ് ചെയ്യുന്നത് ബെർച്ച് റോഡും മൈസും ആണ്. അത് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിക്കുന്നത്. ഓക്കെ, ഹൗസ് സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഇതില് സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയാതെയോ അവരെന്തോ ഒരു കാര്യം വളരെ രഹസ്യമാക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, കോഫിനിലെ അവസാനം എന്താ പറയുക, ഒരു മൈസിന്റെ നഷ്ടം വരുന്നൊരു അവസ്ഥ കാര്യങ്ങൾ പറയില്ലേ, അതേപോലത്തെ ഒരു എനർജിയാണത്. അവരെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ലെറ്ററും മൈസും ടവറും പറയുമ്പോൾ രഹസ്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണ് പറയുന്നത്. അവർ പൂർണ്ണമായിട്ടുള്ള ഒരു സത്യം പറയുന്നില്ല, പക്ഷേ അത് മൂന്നാമതൊരാളായിട്ട് ബന്ധപ്പെട്ടതാകാം, കരിയർ ആകാം, അല്ലെങ്കിൽ അവർ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വലിയൊരു മാനസിക സമ്മർദ്ദമാവാം. അവരെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ സ്റ്റാർസും ഡോഗും വരുമ്പോൾ അവർക്ക് നിങ്ങളോട് തീർത്തും ശത്രുതയില്ല. തുടക്കത്തിൽ ഈ ബന്ധം വളരെ സത്യസന്ധമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് ഒരു സംശയങ്ങളുടെ നിഴലിൽ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ തുറന്നു പറയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിലെ വിശ്വാസത്തിനെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഈ എലിയെ പോലെ. ഓക്കെ, കാരണം ഒരുപക്ഷെ ഈ ഒരു രഹസ്യങ്ങൾ പുറത്തു വന്നാൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരത് പറയാതിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളും പറയാത്തതുണ്ടാകാം. കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പകരം അവരോ നിങ്ങളോ പരസ്പരം എന്താ പറയാ, ദൂരേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇതിലെ ബെർച്ച് റോഡിന്റെ കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അവരെ നിർബന്ധിച്ച് എന്താ പറയാ സത്യം പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു വഴക്കിലോട്ട് മാത്രമാണ് നീങ്ങുക. അത് കൂടുതൽ പ്രതിരോധത്തിലായിട്ട് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ടവറിന്റെ എനർജി വരും. അകലം പാലിക്കാൻ പറയുന്നുണ്ട്. കാരണം അവരൊരു ടവറിന്റെ എനർജിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും അല്പം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എപ്പോഴും അവരെ നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ഒരു സ്ട്രെസ് കൂട്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യത്തിനെ അംഗീകരിക്കാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഈ ഒരു ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതായിരിക്കാം ഇതിലല്പം കൂടുതൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ഈ മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ വഴക്ക്, നോ കോണ്ടാക്ട്, ഇത്തരം സാധ്യതകൾക്ക് കാരണം. ഇതിലെ ഏജ് ലിമിറ്റ്, ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം, ജാതി, മതം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം.
അപ്പോൾ നിങ്ങളായിട്ട് ഇതാവുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ടവർ പറയുന്നത് ഒരു കാലതാമസത്തിനെയാണ്, ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു അവസ്ഥയും പറയുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്നുള്ള ഒരു തുറന്നു പറച്ചിൽ ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നില്ല. വൈകാരികമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ മേ ബി ഒരു 10-28 ദിവസത്തിനുള്ളിൽ സംഭവിച്ചേക്കാം, മൂണിൻ്റെ കാർഡ് ഉള്ളത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എലികളുടെ എനർജി പറയുമ്പോൾ സമയം വേഗത്തിൽ നഷ്ടപ്പെടുന്നതിനെയും കാര്യങ്ങൾ പെട്ടെന്ന് വഷളാകുന്നതിനെയാണ് പറയുന്നത്. കാരണം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ചില വഴികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നിങ്ങൾക്കോ അവർക്കോ ഈ മറച്ചു വെച്ച കാര്യങ്ങൾ പുറത്തു വരികയും അല്ലെങ്കിൽ അത് വലിയൊരു സ്ട്രെസ്സിലോട്ട് നയിക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ വരാം. ഇതിൽ സ്പേഡ്സ് വരുമ്പോൾ ഒരുപാട് കാർഡുകൾ വന്നിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുകൾ, രഹസ്യങ്ങൾ, അതിരുകൾ, ചിന്താക്കുഴപ്പങ്ങൾ അതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ബോധപൂർവം അകലം പാലിക്കുന്നു എന്നതിൻ്റെ ഒരു ഇതിനെയാണ് അത് പറയുന്നത്. ക്ലബ്സിൻ്റെ കാർഡ് വരുമ്പോൾ ഇത് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിനെയും വഴക്കുകളെയാണ് കാണിക്കുന്നത്. അവർ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അവർക്കും ഒരുപക്ഷെ ഭാരമായി തുടങ്ങിയിട്ടുണ്ടാകാം. ഹൃദയങ്ങൾ വരുന്നുണ്ട്. ഹൃദയങ്ങൾ വരുമ്പോൾ ആദ്യ പകുതിയിൽ മാത്രമാണ് അതുള്ളത്. കാരണം ഈ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ നല്ല വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ബ്ലാക്ക് മാജിക് അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ നിങ്ങൾ ആ ഒളിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഒളിച്ചു വെച്ചിട്ടുള്ള ആ കാര്യങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളുടെ സമാധാനത്തിനെയോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഇമേജിനെയോ ബാധിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകാം. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിൽ ഒരുപാടുണ്ടാകാം. വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ബ്ലാക്ക് മാജിക് പോലെ നെഗറ്റീവ് എനർജികളായിരിക്കാം. കാരണം നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതിനേക്കാൾ അവർ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു ആ ടവറിലോട്ട് കയറി വാതിലടച്ചിട്ട് ഉള്ളത്. കാരണം ഇതിനെ നേരിടാനുള്ള ഒരു ധൈര്യം ഒരുപക്ഷെ അവർക്ക് ഇപ്പോൾ ഉണ്ടാകില്ല. പിന്നെ ഈ നിങ്ങളെ വ്യക്തമായിട്ട് ചെയ്യേണ്ട റെമഡീസ് എന്ന് പറഞ്ഞാൽ ഈ മൈസിൻ്റെ എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കുക. അവരെന്താണ് ഒളിക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങളെ അമിതമായിട്ട് അലട്ടാനോ നിങ്ങളുടെ ഊർജം കാർന്ന് തിന്നാനും അനുവദിക്കരുത്. കാരണം ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠകൾ നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ നിയന്ത്രിക്കാൻ പറയുന്നുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന ഒരു സ്പേസ് അവർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം ആ ടവറിൻ്റെ വാതില് പുറത്തു നിന്ന് തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് വഴക്കിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് വലിയൊരു തകർച്ചയിലായിരിക്കും അവസാനിക്കുന്നത്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു വരുന്നത് വരെ അവരവരുടെ വഴിക്ക് വിടുക എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മുമ്പുണ്ടായിരുന്ന ആ ഒരു കാര്യം അത് എന്താണ്, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ വരുമ്പോൾ അത് മാറാം എന്നുള്ളൊരു കാര്യത്തിനെ അംഗീകരിക്കുന്നത് നിങ്ങൾ കൂടുതൽ സമാധാനം നൽകും എന്ന് പറയുന്നുണ്ട്. ഈ ഇതിലിപ്പോൾ ഗാർഡനും ലെറ്ററും ടവറും പറയുമ്പോൾ ഈ രഹസ്യം പൂർണ്ണമായിട്ടും എന്താ പറയുക, ഇവരൊരു സാമൂഹ്യ ജീവിതം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു പദവി അല്ലെങ്കിൽ ഒരു കരിയർ, ഇത്തരം കാര്യങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ അവരെന്താ പറയുക ഒരു കോട്ടയ്ക്കുള്ള ഭദ്രമായിട്ട് കൂട്ടിവെച്ചൊരവസ്ഥയിലുള്ളത്. നിങ്ങൾ അവരോട് നേരിട്ട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ കൂടുതലും ഇതിലെന്താ പറയുക ബെർച്ച് റോഡിൻ്റെ ആ തർക്കത്തിൻ്റെ കാർഡ് ഊർജം വീണ്ടും കൂടും. അപ്പം അതെന്താ പറയുക ഒരു ടവർ മതിൽ കെട്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു വിഭജനമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് അവിടെ തകരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ മൗനമാണ് പാലിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അതിനെ നിരീക്ഷിച്ച് മാറിയാണ് നിൽക്കുന്നതെങ്കിൽ പക്ഷെ അതുകൊണ്ടും അകൽച്ച ഉണ്ടാവെങ്കിലും ഭാവിയിൽ അവർക്ക് എന്താ പറയുക ഒരു കുറ്റബോധം തോന്നി തിരികെ വരാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും അവിടെ അവശേഷിക്കും എന്നും പറയുന്നുണ്ട്. സ്റ്റാർസും ഡോഗാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ ലേഡി നോക്കുന്നത് പഴയ കാലത്തേക്കാണ് നോക്കുന്നത്. പക്ഷെ അവരുടെ ഭാവി കിടക്കുന്നത് തർക്കങ്ങളിലും ഒറ്റപ്പെടലിലുമാണ്. കാരണം നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്നത് അവരുടെ ആ പഴയ രൂപത്തിനെയാണ്. പക്ഷെ അവർ ആ പഴയ വ്യക്തിയല്ല എന്ന് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ റീഡിങ്ങിൽ പറയുന്ന ഏറ്റവും വലിയൊരു വൈകാരികമായിട്ടുള്ളൊരു പ്രതിസന്ധി. കാരണം ഇതിൽ ഓരോ വലിയ പ്രതിസന്ധിയും ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ പാഠം എന്ന് പറഞ്ഞാൽ ഡോഗും ഐസും വരുമ്പോൾ ഒരു വിശ്വാസത്തിലെ അതിര് വിട്ടിട്ടുള്ള ഒരു ആശ്രയത്വത്തിനെ പറയുന്നുണ്ട്. അന്ധമായിട്ട് ഒരാളെ വിശ്വസിക്കുന്നതും നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകും
അവർ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതുന്നതും വലിയൊരു അബദ്ധമാണ് എന്നൊരു സാഹചര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം സമാധാനം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വൈകാരികമായിട്ടൊരു സുരക്ഷിതത്വം തോന്നാൻ എപ്പോഴും മറ്റൊരാളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നൊരു അവസ്ഥയെ മാറ്റാൻ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാനും സ്വന്തം വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാനും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ കാത്തിരുന്ന നിങ്ങളുടെ ആ മൈസിൻ്റെ ആ ഒരു ഊർജം മൈസ് കാരിയെടുക്കുന്ന പോലെ കളയാതിരിക്കുക എന്ന് പറയാം. നിങ്ങളുടെ സ്വന്തം സമാധാനത്തിലോട്ടും വളർച്ചയിലേക്കും ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്താണ് ഈ ബന്ധത്തിൽ? അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ചിന്തിച്ച് കാണാം. ഇത് കാരണം ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുക. ജസ്റ്റ് ഒരു കേവലം ഒരു ടാലന്റ് റീഡിങ് മാത്രമാണ്. നമ്മളൊരു ടോപ്പിക്കിൽ ഒരു 9 കാർഡ് എടുത്തിട്ട് ആ കാർഡിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള എനർജി അറിയാൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് റീഡിങ് എടുത്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുക. നിങ്ങൾ വേദനിക്കോ കരയോ ചിരിക്കോ ഇതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങളുടെ ചോദ്യത്തിന് നമ്മൾ കാർഡിൽ എന്താണ് വരുന്നത് ആ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം വരിക. പിന്നെ നമുക്ക് എന്താ പറയുക, മണി മാഗ്നറ്റ്, ലവ് മാഗ്നറ്റ്, പ്രണയം ആകർഷിക്കാൻ വേണ്ടി, വണ്ണം കുറയാൻ, വണ്ണം കൂട്ടാൻ, PCOD പ്രോബ്ലങ്ങൾ, കോൺഫിഡൻസ്, ബ്ലാക്ക് മാജിക് ഇല്ലാതാക്കാൻ, സെൽഫ് ഹീലിങ്ങിന് വേണ്ടി, അങ്ങനെ പല രീതിയിലുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കോൺടാക്ട് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷാനി.